നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് വർഷത്തിൽ 5 മാസവും ഐസിനുള്ളിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ ഹിമാലയൻ ഗ്രാമത്തിലേക്കാണ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഹിമാലയൻ ഗ്രാമങ്ങളിൽ എത്തപ്പെടുവാൻ ഏറ്റവും പ്രയാസമുള്ള ഗ്രാമങ്ങളിലൊന്നാണ് ഇത്. അവിടുത്തെ ജനങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു ചിറ്റ്കുൾ. ഹിമാലയത്തിലെ ചെറിയ പട്ടണങ്ങളിലൊന്നായ സാംഗ്ലയിലാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ചിലവഴിച്ചത്. ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചിട്ട് 2 ദിവസമായിരിക്കുന്നു. ഹിമാലയത്തിലെ തന്നെ ഏറ്റവും വിഷമം പിടിച്ച വഴികളിലൂടെ യാത്ര ചെയ്തു വേണം നമുക്ക് സാംഗ്ലയിലും അവിടെ നിന്ന് ചിറ്റ്കുളിലും എത്താൻ. കിന്നൂരിലെ കർച്ചം എന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചിറ്റ്കുളിലേക്ക്. ഈ 40 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ ചിലപ്പോൾ 3-4 മണിക്കൂർ സമയമെടുക്കും. വളരെ ഇടുങ്ങിയ റോഡുകളാണ് ഈ വഴിയുള്ളത്. ധാരാളം അപകടം പതിയിരിക്കുന്ന ഈ റോഡുകളിൽ മഴക്കാലത്തും അതിനുശേഷം വരുന്ന മഞ്ഞുകാലത്തും യാത്ര ഒട്ടും സാധ്യമല്ല. അങ്ങനെ ത്രസിപ്പിക്കുന്ന അനുഭവങ്ങൾ തരുന്ന ഈ യാത്രയും ചിറ്റ്കുൾ എന്ന ചെറിയ ഗ്രാമത്തിലെ കാഴ്ചകളും അവിടുത്തെ ആൾക്കാരുമൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ് ഓരോ യാത്രികനും തരുന്നത്. ബാസ്പ എന്ന ഹിമാലയൻ നദിയുടെ കൂടെയാണ് നമ്മുടെ യാത്ര. യാത്രയുടെ ഇടയ്ക്ക് വെച്ചിട്ട് രക്ഷം എന്ന ചെറിയൊരു ഗ്രാമത്തിൽ ഞങ്ങൾ വണ്ടി നിർത്തി അവിടുത്തെ കാഴ്ചകൾക്ക് വേണ്ടി പുറത്ത് ഇറങ്ങി. ബാസ്പ നദിയോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ഗ്രാമമാണ് രക്ഷം. തണുപ്പ് കാലമാകുമ്പോൾ ചിറ്റ്കുളിലെ ആൾക്കാർ രക്ഷത്തിലും അതുപോലെ സാംഗ്ല വാലിയിലും വന്നാണ് സാധാരണ താമസിക്കാറ്. ഗാവിലേക്കുള്ള എൻട്രി ആണിത്. ഞങ്ങൾ രച്ചൻകാവിലോട്ട് പോകുന്നില്ല, കാരണം സമയമില്ല. നമുക്ക് ചിറ്റ്കുളി പോകണം. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അവിടെ ധാന്യപ്പുരകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ അവരുടെ സ്റ്റോർ റൂംസ് ആണ്. ധാന്യങ്ങളും മീറ്റും ഒക്കെ സൂക്ഷിക്കുന്ന പഴയകാല നിർമ്മിതികളാണ് കിടക്കുന്നത്. ഇത് ഇപ്പോഴും അവർ ഉപയോഗിക്കാറുണ്ട്. നോക്കി, ദേവദാരു മരത്തിൽ പടുന്ന സ്ഥലങ്ങളാണ് എല്ലാം. ഇപ്പോഴും ലോക്കറ്റ് വെച്ചേക്കാണ് ധാന്യങ്ങളും എല്ലാം. ഇടയ്ക്കൊക്കെ വിറക് സൂക്ഷിക്കുന്നുണ്ട്. തണുപ്പാകുമ്പോൾ ഈ വിറക് അവർക്ക് വളരെ അത്യാവശ്യമാണല്ലോ. സത്യത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ തോന്നുന്നില്ല. അത്രയ്ക്കും സൗന്ദര്യമുള്ള സ്ഥലങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇനിയും വരാവുന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ലക്ഷത്തിൽ നിന്നും മടങ്ങുകയാണ്. എന്താ നോക്കിയേ, മുന്നിൽ ഹിമാലയം ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ താഴ്വാരത്തിലുള്ള ഒരു വില്ലേജ്. എന്ത് രസമായിരിക്കും ആലോചിച്ച് നോക്കിയേ. ഇവിടെ വേറെ താമസവും അല്ലേ. വാക്കുകൾക്ക് അതീതമായി ഇവിടുത്തെ ഈ കാഴ്ചകളുടെ സൗന്ദര്യം. രക്ഷം എന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ കാഴ്ചകൾ മനസ്സിലേറ്റിക്കൊണ്ടാണ് ചിറ്റ്കുളിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടരുന്നത്. ചിറ്റ്കുൾ എന്ന മനോഹരമായ ഒരു കൊച്ചു ഹിമാലയൻ ഗ്രാമത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 1000-നടുത്ത് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഹിമാലയൻ ഗ്രാമമാണ് ചിറ്റ്കുൾ. ബാസ്പ നദിയുടെ തീരത്തുള്ള ഈ ഗ്രാമത്തിൽ ഒരു വർഷം 5 മാസത്തോളം
മഞ്ഞ് മൂടിക്കിടക്കും. ഉച്ച കഴിഞ്ഞിട്ട് ചിറ്റ്കുളിലെത്തിയ ഞങ്ങൾ അവിടുത്തെ കൃഷിരീതികൾ കാണാൻ വേണ്ടി പുറത്തിറങ്ങി. വേനൽക്കാല മാസങ്ങളിൽ മാത്രമാണ് ചിറ്റ്കുളിൽ കൃഷി നടക്കാറ്. ബാക്കിയുള്ള മാസങ്ങളിൽ മഴയും മഞ്ഞുമായിരിക്കുമല്ലോ. ഹിമാലയത്തിന്റെ ചരിവിൽ ബാസ്പ നദിയോട് ചേർന്ന് വിശാലമായ കൃഷിയിടങ്ങളാണ് ചിറ്റ്കുളിലുള്ളത്. പ്രധാനമായും പയറുവർഗ്ഗങ്ങളും ബീറ്റ്റൂട്ടും ക്യാരറ്റും പിന്നെ ഗോതമ്പുമൊക്കെയാണ് ഇവിടേക്ക് കൃഷി ചെയ്യാറുള്ളത്. വൈകുന്നേരത്തെ സൂര്യന്റെ പ്രഭയിൽ ഈ കൃഷിഭൂമികളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. റോഡിന്റെ സൈഡിലൂടെ ഒഴുകുന്ന ചെറിയ കനാലിൽ നിന്നും വെള്ളം കൃഷിഭൂമിയിലേക്ക് തിരിച്ചുവിടാൻ വന്നവരാണ് ഈ ജീപ്പിലുള്ളത്. കല്ലുകൾ വെച്ച് വെള്ളത്തിന്റെ ഗതി മാറ്റി കൃഷിഭൂമിയിലേക്ക് തുറന്നുവിടുന്നു. ചിറ്റ്കുളിലെ കൃഷിഭൂമിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ബാസ്പ നദിയുടെ തീരം പറ്റി താഴോട്ട് നടന്നു. ബാസ്പ നദിയുടെ തീരത്ത് ദേവദാരു വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ മലയാണ്. ശൈത്യകാലത്ത് ഈ കാണുന്ന മലകളൊക്കെയും ഹിമത്തിൽ മൂടും. ഇന്നത്തെ സായാഹ്നം അങ്ങനെ ബാസ്പ നദിയുടെ തീരത്ത് ചെലവഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ബാസ്പ നദിയുടെ തീരത്ത് ബൈക്കിൽ ചുരം കയറി വന്ന ചെറുപ്പക്കാരുടെ ബൈക്കുകൾ നിരത്തി വെച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള വണ്ടികൾ ഇവിടെ കണ്ടു. ചെറുപ്പക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നാണല്ലോ ചിറ്റ്കുൾ. മഞ്ഞുരുകി വരുന്ന ബാസ്പ നദിയുടെ വെള്ളത്തിന് മരം കോച്ചുന്ന തണുപ്പാണ്. ടിബറ്റിൽ നിന്നും ഒഴുകി വരുന്ന ബാസ്പ നദി താഴെ കർച്ചം എന്ന സ്ഥലത്ത് വെച്ചിട്ട് സത്ലജ് നദിയിൽ ലയിക്കുന്നു. വളരെ ശക്തമായ ഒഴുക്കാണ് ബാസ്പ നദിയിലുള്ളത്. മുകളിലെങ്ങോ മഴയൊക്കെ പെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നു. ബാസ്പ നദിയുടെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇരുമ്പ് പാലമുണ്ട്. വാഹനങ്ങളെ ഈ വഴി കയറ്റിവിടാറില്ല. ബാസ്പ നദിയുടെ തീരത്ത് സായാഹ്നം ചെലവഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ഗുഡ് മോർണിംഗ് ഫ്രം ചിറ്റ്കുൾ. രാവിലത്തെ ഗ്രാമത്തിലെ കാഴ്ചകളാണ്. പശുക്കളെ മേയ്ക്കാൻ വേണ്ടി ഗ്രാമീണർ പുറത്തോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. കുറച്ചേറെ പശുക്കളുണ്ട്. അതിങ്ങനെ ഒരു ഡയറക്ഷനോട്ട് കൊണ്ടുപോവാണ് അവരെല്ലാം. പ്രായമുള്ളൊരു അമ്മയും ഒരു പ്രായമുള്ള മനുഷ്യനൊക്കെ ഉണ്ട്. എല്ലാവരും പശുക്കളുടെ പുറകെ പോകുന്നുണ്ട്.
നല്ല വെയിലായി കഴിഞ്ഞു. രാവിലെ ആകുമ്പോഴും ഇവിടെ സൂര്യൻ നേരത്തെ ഉദിക്കുമല്ലോ. അതുകൊണ്ട് രാവിലെ ഇത് കാണുന്ന ഒരു ചെറിയൊരു ഫോർട്ടുണ്ട്. ഫോർട്ട് എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോവുകയാണ്. രണ്ട് സൈഡിലും വിറക് അടുക്കി വെച്ചിട്ടുണ്ട്. കൃഷിയും കന്നാലി വളർത്തലുമൊക്കെയാണ് ചിറ്റ്കുളിലെ മനുഷ്യരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. നേരത്തെ രക്ഷം എന്ന ഗ്രാമത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ധാന്യപ്പുരകളുണ്ട്. ഇവിടെയാണ് അവർ തണുപ്പ് കാലത്ത് തങ്ങൾക്ക് വേണ്ട ധാന്യങ്ങളുമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. 1000-നോടടുത്ത് ആൾക്കാർ മാത്രമാണ് ചിറ്റ്കുളിൽ താമസിക്കുന്നത്. ഏതാണ്ട് 120ഓളം വീടുകളുണ്ട് ഇവിടെ. ഒഴിഞ്ഞു കിടക്കുന്ന പല വീടുകളും ഇപ്പോൾ ഹോം സ്റ്റേ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ചിറ്റ്കുൾ കാണാൻ വരുന്നുണ്ട്. കൃഷിയും കന്നുകാലി വളർത്തലും കൂടാതെ ടൂറിസവും ഇപ്പോൾ ചിറ്റ്കുളുകാരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പഴമയുടെ കഥകൾ പറയുന്ന പഴയ ബിൽഡിങ്ങുകളാണ് നിൽക്കുന്നത്. ഇവര് സമ്മർ മാസങ്ങളിൽ മാത്രമാണ് ഇവിടെ താമസിക്കാൻ വരുന്നത്. ഏപ്രിൽ തൊട്ട് ഒരു ഒക്ടോബർ, നവംബർ വരെ. അതിനുശേഷം മഞ്ഞ് വീഴുമ്പോൾ അവർ താഴെയുള്ള ഗ്രാമങ്ങളിലേക്ക് താമസം മാറും. പ്രധാനമായും രക്ഷം എന്ന സ്ഥലത്തേക്കാണ്. ഇന്നലെ നമ്മൾ പോയ രക്ഷം ഈ സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. വിറക് ഇഷ്ടം പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അല്ലാതെ വേറൊരു മാർഗമല്ലല്ലോ. ഇവിടെ ഇന്ധനത്തിനും പിന്നെ ചൂടിനും വേണ്ടി അത് എല്ലായിടത്തും ഇങ്ങനെ വിറക് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഈ വിറക് ശേഖരിച്ച്, ഈ സമയത്ത് വിറക് ശേഖരിച്ച് വെക്കും. തണുപ്പ് മാസങ്ങളിൽ ഈ വിറകാണ് അവർ ഉപയോഗിക്കുന്നത്. കുറച്ച് ദൂരെ കാണുന്ന ആ ഗോപുരത്തെ ഫോർട്ട് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. കില എന്ന് ഹിന്ദിയിൽ പറയും. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ചിറ്റ്കുളിൽ സുലഭമായി കിട്ടുന്ന കല്ലും മരത്തടികളും ഉപയോഗിച്ചിട്ടാണ് ഈ ചെറിയ ഗോപുരം അഥവാ ഫോർട്ട് പണിതിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ നില മരം കൊണ്ട് മാത്രം പണിതതാണ്. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ കാണുന്ന ചെറിയൊരു ഫോർട്ട്. പ്രധാനമായും ഇത് ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതിന് കാരണമുണ്ട്. താഴെ നിന്ന് ശത്രുക്കളൊക്കെ വന്നാലും ആര് വന്നാലും ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഈ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയുമല്ലോ. ചെറിയ കിളിവാതിലൊക്കെ ഉണ്ട് ഈ ഫോർട്ടിന്. അമ്പലവും തൊട്ടപ്പുറത്തുണ്ട്. അപ്പം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ പണ്ട് അവർ ഈ ചെറിയ ഫോർട്ട് ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. ഫോർട്ടിൻ്റെ പുറകിൽ മരം കൊണ്ടും ഗ്ലാസ് കൊണ്ടും പണിത പഴയ ഒരു വീട്. അതിൻ്റെ ഒരു വശത്തിരുന്ന് ഗ്രാമത്തിലെ കുറേ സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട്. ഒരു ആട്ടിൻകുട്ടിയും നിൽപ്പുണ്ട്. ഇതൊക്കെ രാവിലത്തെ കാഴ്ചകളാണ്. ഫോർട്ടിന്റെ ഒരു വശത്ത് ഒരു വാട്ടർ മില്ലുണ്ട്. അതിൽ നിന്നും പുറത്തു വരുന്ന വെള്ളമാണ് ഇത്. മുകളിൽ കൂടി ഇങ്ങനെ ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന വെള്ളം ഈ വഴി ഇങ്ങനെ ചാനൽ ചെയ്തിട്ട് ഈ വാട്ടർ മില്ലിൻ്റെ അകത്തോട്ട് വിടുകയാണ്. ആ ശക്തിയിലാണ് ഈ ഗ്രൈൻഡറിലെ മെഷീൻസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പുറത്ത് പഴയ 1-2 ഗ്രൈൻഡേഴ്സ് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഉപയോഗശൂന്യമായ ഗ്രൈൻഡേഴ്സാണ്. കണ്ടില്ലേ? ഇതാ വാട്ടർ മില്ല് ഗ്രൈൻഡർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓ ഇപ്പോഴും ഇങ്ങനെ എന്തോ ഇത് ജവാർ എന്ന് പറയുന്ന ഒരു ധാന്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം കാഴ്ചകളാണ് ചിറ്റ്കുൾ എന്ന ഈ ഗ്രാമം നമുക്ക് തരുന്നത്. വൈദ്യുതി ഉണ്ടായിട്ടും ഇപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പവർ ഉപയോഗിച്ചിട്ട് ഈ ഗ്രൈൻഡർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. आपका नाम क्या है? अमन. अच्छा, आज छुट्टी है ना, स्कूल जाना है. അമ്മയും മോനും ഇങ്ങനെ വീടിന്റെ വാതിൽ നിൽക്കുകയാണ്. ബൈ ബൈ. वहाँ वही तो बहुत बर्फ गिरता है ना. हाँ. आपका नाम क्या है? जोगिंग दास. हाँ. कितना लोग रहता है गांव में? 750 है. 750. कितना घर है? 120 घर है. हाँ. तो बच्चे भी इधर है या बाहर चला गया है? कोई दिल्ली पढ़ते हैं, कोई अच्छा. दुबई पढ़ते हैं, कोई शिमला पढ़ते हैं. अच्छा अच्छा अच्छा. हाँ. कोई पायलट भी है इस गांव में. अच्छा अच्छा अच्छा. हाँ हाँ हाँ. डॉक्टर भी है, 4 डॉक्टर है. വെരി ഗുഡ്. ഇവിടുത്തെ കുട്ടികളൊക്കെ സിംലയിൽ വരെ പഠിക്കാൻ പോകുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇവിടുന്ന് പഠിച്ചവർ 4 പേർ ഡോക്ടർമാരും ഒരാൾ പൈലറ്റുമായെന്ന് വളരെ അഭിമാനത്തോടെയാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. ചിറ്റ്കുളിലെ അമ്പലമാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ സന്ദർശകരുണ്ട്. ചിറ്റ്കുൾ കാണാൻ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഒരു കൂടി നിൽപ്പുണ്ട്. തടിയും കല്ലുകളും വെച്ചാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. അതിന്റെ മേൽക്കൂര ഹിമാലയത്തിൽ സാധാരണ കണ്ടുവരുന്നത് പോലെ സ്ലേറ്റ് കല്ലുകൾ വെച്ചാണ് പണിതിരിക്കുന്നത്. അമ്പലത്തിന്റെ നടുഭാഗത്ത് ഒരു മണ്ഡപമുണ്ട്. ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഈ ഗ്രാമത്തിലെ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. ഹിന്ദു ബുദ്ധമത ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് ഹിമാലയത്തിൽ ഞാൻ കണ്ട പല ആൾക്കാരും. ഇവിടെയും ഒരു മൊണാസ്ട്രിയും അമ്പലവും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. അമ്പലത്തിന്റെ ഒരു വശത്തുള്ള സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വോളിബോൾ കളി നടക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ചിറ്റ്കുളിന്റെ അതിർത്തി BSFന്റെ ഈ ചെക്ക് പോസ്റ്റാണ്. ഇവിടം വരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് ടിബറ്റിന്റെ അതിർത്തിയിലെത്താം. അങ്ങനെ കുറേയേറെ നല്ല യാത്രാ അനുഭവങ്ങളും ഓർമ്മകളും തന്ന ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഹിമാലയത്തിന്റെ മടിയിൽ ഉറങ്ങുന്ന ഈ ചെറിയ ഗ്രാമം ഓരോ സന്ദർശകന്റെയും മനസ്സിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. This is Benson John signing off from Benson's Travels.